പുതിയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് കൂടി വി വിനീഷിനൊപ്പം ചേരുന്നു. വിനീഷ്, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച വലിയ സന്തോഷമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരു ജനറൽ സെക്രട്ടറി വരുന്നു. നേരത്തെ നമുക്കറിയാം അഡ്വക്കേറ്റ് പി സുധീർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സുധീർ വൈസ് പ്രസിഡന്റ് ആകുന്നു. എന്തായാലും തലസ്ഥാന ജില്ലയിൽ നിന്നും ഒരു ജനറൽ സെക്രട്ടറി പാർട്ടിക്ക് വരുന്നു. 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ അഡ്വക്കേറ്റ് പി സുരേഷ്, എം ഡി രമേശ്, ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ അനൂപ് ആന്റണി, ഇവരെ കൂടാതെ അഡ്വക്കേറ്റ് എസ് സുരേഷ് ജനറൽ സെക്രട്ടറിയാണ്. നമ്മൾക്കൊപ്പം ചേരുന്നുണ്ടല്ലോ. വിനീഷ്, തുടരാം. തീർച്ചയായിട്ടും വിനോദ, വലിയ സന്തോഷമായ ഒരു നിമിഷം തന്നെയാണ്. പല സംഘടനാ ചുമതലകൾ ഓരോ പടി സംഘടനയ്ക്കകത്ത് ഇങ്ങനെ സംഘടനയുടെ ചുമതലകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എപ്പോഴും ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷമല്ല, എന്നാലും സംഘടന ഏൽപ്പിച്ച ഒരു പുതിയ കർത്തവ്യം, ഒരു ദൗത്യത്തിലേക്കൊക്കെ കടക്കുകയാണ്. എന്താ തോന്നുന്നത്? ഈ പാർട്ടിയിൽ ആത്യന്തികമായി ശാശ്വതമായിട്ടുള്ള ഒരു ചുമതല ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന ചുമതലയാണ്. ബാക്കി ഓരോ സമയത്ത് ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കും. അത് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടി പ്രവർത്തകൻ എന്ന ചുമതലയ്ക്ക് അപ്പുറം വലിയൊരു ചുമതലയില്ല. ആ ചുമതല നിർവഹിക്കുന്ന ഒരു പ്രവർത്തകനെ ഓരോരോ നിശ്ചിത കാലത്തേക്ക് ഏൽപ്പിക്കുന്ന മറ്റു ചില പ്രത്യേക ചുമതലകൾ, അതായിട്ടാണ് ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ കാണുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം കേരളത്തിൽ വികസിത കേരളം എന്നൊരു വലിയ ലക്ഷ്യവുമായിട്ട് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കേരളത്തിലെ ഏതൊരു പാർട്ടി പ്രവർത്തകരെ വിളിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. അത് വികസിത കേരളമാണ്, അല്ലെങ്കിൽ അവൻ്റെ വികസിത വാർഡാണ്, അല്ലെങ്കിൽ വികസിത മുനിസിപ്പാലിറ്റിയാണ്, അല്ലെങ്കിൽ ആ രീതിയിലൊരു ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടി വളരെ വ്യക്തമായിട്ടുള്ളൊരു റോഡ് മാപ്പ് പാർട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അതിലേക്കുള്ളൊരു റോഡ് മാപ്പുമായിട്ട് വളരെ പ്രൊഫഷണലായിട്ട്, അതേ സമയത്ത് ദശാബ്ദങ്ങളായിട്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ മുന്നേറ്റമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ആ മുന്നേറ്റത്തിൽ പങ്കാളിയാകാനും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ നിന്ന് തന്നെ പങ്കാളിയാകാൻ സാധിച്ചത് അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് ഈ ടീം ചില പ്രത്യേകതകളുള്ളൊരു ടീമിനെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാവരും കഴിഞ്ഞ ശ്രീ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പാർട്ടി 19% മേളിൽ ഏകദേശം 20% വോട്ട് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടീമിലുണ്ടായിരുന്ന 60% ആൾക്കാർ ഈ ടീമിലുണ്ട്. പുതുതായിട്ട് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിലുള്ള പ്രാതിനിധ്യങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ കുറച്ച് 40% പുതിയ ആൾക്കാർ വന്നു. അത് ശ്രീലേഖ IPS ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ വന്ന കൂട്ടത്തിലുള്ളവരാണ്. ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി, ഇങ്ങനെയുള്ള കുറേ പ്രവർത്തകർ, പുതിയ ആൾക്കാർ വന്നു. അപ്പോൾ ഇത് മെരിറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, പെർഫോമൻസാണ് മറ്റൊരു ഘടകം, യുവത്വമാണ് വേറൊരു ഘടകം. അപ്പോൾ ഈ 3 ഘടകങ്ങളും യുടെയും ഒരു സമ്മേളിത രൂപമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ടീം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായി വന്നപ്പോഴും അതിനുശേഷം അദ്ദേഹം നിശ്ചയിച്ച ഈ ടീമും ആ രീതിയിലുള്ളതായിട്ടാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഇത് കാലങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ കാണുന്ന സ്വപ്നങ്ങൾ, അത് ഈ സമീപ ഭാവിയിൽ തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം, അതാണ് പ്രവർത്തകരിലേക്ക് പകരും. ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുന്ന ഒരു ഘട്ടം, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. വലിയൊരു ചുമതല, വലിയൊരു ദൗത്യത്തിലേക്കൊക്കെ കടക്കുകയാണ്. എന്താ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോൾ നാളെ ശ്രീ അമിത്ഷാജി പങ്കെടുക്കുന്ന പരിപാടി തന്നെ കേരളത്തിലെ 18,000-ഓളം വരുന്ന വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് വികസിത ടീം അംഗങ്ങളുടെ ഒരു പ്രതിനിധി സമ്മേളനമാണ്. 4 റവന്യൂ ജില്ലകളുടെ സമ്മേളനം ഇവിടെ നടക്കുന്നു. മറ്റ് 10 റവന്യൂ ജില്ലകളുടെ സമ്മേളനം അതാത് പഞ്ചായത്തുകളിൽ വെർച്വലായിട്ട് നടക്കുകയാണ്. അവർ ഡിജിറ്റലായിട്ട് അത് കാണുകയാണ്. ഇത് തന്നെ ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടി എത്രത്തോളം സുസജ്ജമായി കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞു. അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പാർട്ടിയുടെ 30 സംഘടനാ ജില്ലകളിലും നേരിട്ട് പോയി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവിടുത്തെ ലക്ഷ്യം നിശ്ചയിച്ച് വന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പാർട്ടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു.
പാർട്ടിയെ ഇനി ആർക്കും തടുക്കാനും തളയ്ക്കാനും പറ്റില്ല. BJP കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ BJP ആണ് അജയ്യമായ ശക്തിയെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യം വരും. 2026 പിറക്കുന്നത് BJP കേന്ദ്രീകൃതമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ പിറവിയാണ് 2026 ജനുവരിയിൽ സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. തീർച്ചയായിട്ടും വിനോദ്, പുതിയൊരു ടീമിനുപരി പഴയ കാര്യകർത്താക്കൾ പുതിയ ചുമതലയിലേക്ക് എത്തുന്നു എന്നത് മാത്രമാണ് സംഘടനാ തലത്തിൽ നിന്ന് ഇപ്പോൾ പുതിയ ചുമതലയിലെത്തിയ അഡ്വക്കേറ്റ് സുരേഷ് അടക്കമുള്ളവർ പറയുന്നത്. പക്ഷേ ഒരു വികസിത കേരളം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പുതുതായി ഭാരവാഹിത്വത്തിലേക്ക് വന്ന നേതാക്കളുടെ പ്രതികരണവും.